കണ്ണൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഐ ഗ്രൂപ്പിലെ രണ്ട് സെക്രട്ടറിമാർ സുധാകരനെതിരെ പരാതി KPCCക്ക് നൽകിയിരിക്കുന്നു. വിശദാംശങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, സ്വന്തം പാളയത്തിൽ നിന്നും പടയൊരുക്കം സുധാകരനെതിരെ ഉണ്ടാകുന്നു. ഏത് രീതിയിൽ? കാരണം കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം, അതിനുശേഷം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ചേരിതിര് അടക്കം അതിനുശേഷം പ്രകടമായിരുന്നു. ഇതിൻ്റെയൊക്കെ തന്നെ തുടർച്ചയായിട്ടാണോ ഈ പരാതിയിലേക്ക് അടക്കം പോയിരിക്കുന്നത്? പ്രജീഷ്, കണ്ണൂർ കോൺഗ്രസിൽ യുദ്ധതന്ത്രങ്ങൾ പറ്റി കെ സുധാകരനും PK രാഗേഷും പരസ്യമായി രംഗത്ത് വന്നപ്പോൾ ഐ ഗ്രൂപ്പിന്റെ അണിയറയിലും പൊട്ടിത്തെറികൾ തുടങ്ങിക്കഴിഞ്ഞു. പരാജയ കാരണങ്ങൾ അന്വേഷിക്കാനെത്തിയ MM ഹസനെതിരെ സുധാകരൻ പ്രയോഗിച്ച വാക്കുകളാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. സുധാകര പാളയത്തിൽ പടയൊരുക്കം ശക്തിപ്പെടുന്നതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. കെ സുധാകരനെ പിന്നിൽ നിന്നും വെട്ടി ഐ ഗ്രൂപ്പിലെ KPCC ജനറൽ സെക്രട്ടറിമാർ സജി ജോസഫും VA നാരായണനും KPCC പ്രസിഡന്റിന് പരാതി നൽകി കഴിഞ്ഞു. കണ്ണൂരിലെ പരാജയ കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷനെതിരെ കെ സുധാകരൻ നടത്തിയ ആക്ഷേപം സമ്മർദ്ദതന്ത്രമാണെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപാകതകൾ ഉൾപ്പെടെയുള്ള പരാജയ കാരണങ്ങൾ വിലയിരുത്തി തെറ്റുതിരുത്തൽ നടപടികൾ വേണമെന്നും പരാതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അതേസമയം കണ്ണൂർ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ എങ്ങനെയുണ്ടായി എന്നാണ് പരിശോധിക്കേണ്ടതെന്ന് പറഞ്ഞ് KC ജോസഫും ഇപ്പോൾ സുധാകരനെ കൈവിട്ട മട്ടാണുള്ളത്. എന്തായാലും ഇന്നലെ PK രാഗേഷ് നടത്തിയ പ്രയോഗം അത് കണ്ണൂർ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ സുധാകരന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ശക്തിപ്പെടുത്തും വിധത്തിലുള്ള പിന്നിൽ നിന്നുള്ള രണ്ട് ജനറൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ജില്ലയിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലാണോ പരാതി നൽകിയിരിക്കുന്നത്? പരാതിയിൽ എടുത്തു പറയുന്നുണ്ടോ കാരണങ്ങൾ? പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പിലാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും പരാജയ കാരണങ്ങൾ സംബന്ധിച്ച് പലരെയും ഒരുപക്ഷെ സൂചനകളിലൂടെ മുറിവേൽപ്പിക്കുന്ന തരത്തിലായിരുന്നു പ്രസ്താവന. ഇതൊക്കെയാണോ ഇത്തരമൊരു പരാതിയിലേക്ക് പോയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ എത്രത്തോളം പ്രതിസന്ധിയിലേക്കായിരിക്കും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം, പൊട്ടിത്തെറിയിലേക്ക് ആയിരിക്കും പോവുക? പ്രജീഷ്, ഇന്നലെ അദ്ദേഹം പറയാതെ പറഞ്ഞ ഒരു കാര്യം അത് P രാമകൃഷ്ണനും A ഗ്രൂപ്പിനും എതിരെയായിരുന്നു. അതായത് PK രാഗേഷിനെ സഹായിക്കാൻ പുറത്തു നിന്നുള്ളവർ മാത്രമല്ല, അതിലൊരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. അത് A ഗ്രൂപ്പിനെതിരെയുള്ള ഒരു പരാമർശമായിരുന്നു. അതായത് കോൺഗ്രസിനുള്ളിലും ചിലർ ഇവരെ സഹായിച്ചു, PK രാഗേഷിനെ സഹായിച്ചു എന്നുള്ളതായിരുന്നു അതിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ തന്റെ ഭാഗത്തു നിന്നും ഐ ഗ്രൂപ്പിൽ നിന്നും ഇത്തരം ഒരു തിരിച്ചടി സുധാകരൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് സജി ജോസഫ് അടക്കമുള്ളവർ എന്നും സുധാകരനെ പിന്തുണച്ചിരുന്ന സജി ജോസഫും അതുപോലെ തന്നെ VA നാരായണൻ അടക്കമുള്ളവർ ഇന്ന് KPCC പ്രസിഡന്റിന് പരാതി നൽകിയിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം സുധാകരന്റെ സമ്മർദ്ദതന്ത്രമാണ്. ഇത് ഹസനെതിരെയുള്ള പ്രയോഗം സുധാകരന്റെ സമ്മർദ്ദതന്ത്രമാണ്. അതായത് ഇത്തരമൊരു പരിശോധന, UDF-നുണ്ടായ പരാജയം, LDF മേയർ രംഗത്ത് വരുന്നു. ഇത്തരത്തിലുണ്ടായ ഒരു പരാജയം, അതിന്റെ യഥാർത്ഥ കാരണം അന്വേഷിക്കണം. അത് ഇത്രയും നാൾ ഇത്തരമൊരു പരാതി ഉയർന്നിരുന്നത്, വിരൽ ചൂണ്ടിയിരുന്നത് അത് കെ സുധാകരനെതിരെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധന വേണം എന്നുള്ള രീതിയിലുള്ള ഒരു പരാതിയാണ് നൽകിയിരിക്കുന്നത്. സജി ജോസഫും VA നാരായണനും കൈവിട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. സ്വന്തം പാളയത്തിലെ പടയൊരുക്കം ഇത് സുധാകരനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. പ്രജീഷ്, എന്തായാലും KPCC ജില്ലയിലെ സെക്രട്ടറിമാർ നൽകുന്ന സൂചന അനുസരിച്ച് KPCCയുടെ എന്തെങ്കിലും ഇടപെടൽ ഇക്കാര്യത്തിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാമോ? കാരണം മൂന്നിലേറെ ജനറൽ സെക്രട്ടറിമാരാണ് ജില്ലയിൽ നിന്നുള്ളത്. അതിലൊന്ന് P രാമകൃഷ്ണൻ അടക്കം ഒരു ഭാഗത്ത് A ഗ്രൂപ്പിൻ്റെ നിലപാടുമായി അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അടക്കം ഒട്ടേറെ പേർ പോകുന്നു. എന്തായാലും KPCC വ്യക്തമായും ഉടൻ തന്നെ ഇടപെടുമെന്നാണോ അവിടെ നിന്നുള്ള നേതാക്കന്മാരുടെ നൽകുന്ന സൂചന? പ്രജീഷ്, ഇന്നലെ അടക്കം PK രാഗേഷ് പറഞ്ഞ ഒരു വസ്തുതയുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതകൾ അത് സുധാകരൻ ഉണ്ടാക്കിയ പ്രശ്നമാണ്. സുധാകരന് ഇഷ്ടമുള്ളവരെയാണ് ഈ സ്ഥാനാർത്ഥികളാക്കി നിയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ സുധാകരൻ ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ താനല്ല KPCCയും അതുപോലെ തന്നെയുള്ള നേതൃത്വവുമാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു. എന്നാൽ PK രാഗേഷ് ഇന്നലെ ഉച്ചയ്ക്ക് നടത്തിയ പ്രസ്താവനയിൽ KPCC ജനറൽ സെക്രട്ടറിമാരടക്കം KPCC യോഗത്തിൽ ഈ സുധാകരന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള മേധാവിത്വത്തെ എതിർത്തിരുന്നു. സമ്മർദ്ദതന്ത്രം, സുധാകരന്റെ നിലപാടിന് തിരിച്ചടി ഏൽക്കുന്നു. സുധാകരന്റെ പാളയത്തിൽ നിന്നും ഐ ഗ്രൂപ്പിൽ നിന്നും സുധാകരന് തിരിച്ചടി നേരിടുന്നു. രണ്ട് ജനറൽ സെക്രട്ടറിമാർ KPCC നേതൃത്വത്തിന് സുധാകരനെതിരെ പരാതി നൽകിയിരിക്കുന്നു.